الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വളരെ പ്രശസ്തമായ കിതാബ് തൗഹീദിൻ്റെ ദർസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. അതിൽ ആമുഖമെന്നോ അല്ലെങ്കിൽ ഒന്നാമത്തെ ബാബ് എന്നോ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. അഥവാ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം, അതുപോലെ തൗഹീദ് നിർബന്ധമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളതാണ് എന്നെല്ലാം അറിയിക്കുന്ന ആയത്തുകളെയും ഹദീസുകളെയുമാണ് ഒന്നാമത്തെ ബാബിൽ അല്ലെങ്കിൽ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബാബ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ളത് ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ്ദുനൂബ്. തൗഹീദിന്റെ ശ്രേഷ്ഠത. അതിലേത് വിഷയത്തിലാണ്? തൗഹീദ് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും, അല്ലെങ്കിൽ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വലിയൊരു കാരണമാണ് തൗഹീദ് എന്നറിയിക്കുന്ന ബാബാണ്. അപ്പൊ കഴിഞ്ഞ ബാബിൽ തൗഹീദ് നിർബന്ധമാണ് എന്നതും തൗഹീദിന്റെ പ്രാധാന്യവും അതിന്റെ കൽപ്പനയും എല്ലാമാണ് പറഞ്ഞത്. തൊട്ടടുത്തുള്ള ബാബിൽ പറയുന്നത് തൗഹീദ് കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമാണ് തൗഹീദ് എന്നതാണ് ചർച്ച. ഈ ബാബിലെ ആയത്തുകളും ഹദീസുകളും അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്ന ഇമാം സഅദി റഹിമഹുള്ളയുടെ ഇതിന്റെ ശർഹായ അൽ ഖൗലു സദീദ് വായിക്കാം. വഖൗലില്ലാഹി തആല അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിലെ 13ാമത്തെ ആയത്താണ്. സൂറത്തുൽ അൻആമിലെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും. വിശ്വസിക്കുന്നവർ അവരുടെ ഈമാനിൽ അവർ കൂട്ടിക്കലർത്തുന്നില്ല ബിദുൽമിൻ. ദുൽമിനെ, ദുൽമ എന്നുള്ള പദത്തിന് അക്രമം, അനീതി എന്നെല്ലാം ആശയം പറയാം. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്കാണ് നിർഭയത്വമുള്ളത്, എല്ലാവിധ രക്ഷയുമുള്ളത്, അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുനാ ലാ യദ്ലിമു നഫ്സഹു, ഞങ്ങളിൽ ആരാണ് സ്വന്തത്തിനോട് ഒരു അക്രമം ചെയ്യാത്തവരായിട്ടുള്ളത്? അതായത് ഈ ആയത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? ഈമാനുള്ളവർ അഥവാ തൗഹീദുള്ളവർ, അതുപോലെ അവരുടെ ഈമാനിൽ ദുൽമിനെ കൂട്ടിക്കലർത്താത്തവർ എന്ന് പറഞ്ഞു. ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം, അനീതി, പാപം എന്നീ ആശയത്തിലെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ്. അങ്ങനെയുള്ളവർക്കാണ് നിർഭയത്വവും രക്ഷയും ഹിദായത്തും എന്നെല്ലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സഹാബികൾക്ക് പേടിയായി. കാരണം ഏതൊരു മനുഷ്യനും പാപം സംഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോ സഹാബികൾ ചോദിച്ചു, റസൂലെ, ഞങ്ങളിൽ ആരാണ് ഒരു പാപവും ഒരു അബദ്ധവും പറ്റാത്തവരായി ഞങ്ങളിൽ ആരാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ലൈസ കമാ തഖൂലൂൻ, നിങ്ങൾ വിചാരിച്ച പോലെയല്ല അതിന്റെ ആശയം. അവിടെ ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിശിർക്കിൻ, ബിദുൽമിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിശിർക്കിൻ എന്നാണ്. ഷിർക്ക് ഒഴിവാക്കിക്കൊണ്ട് തൗഹീദിനെ കാത്തു സംരക്ഷിക്കുന്നവർക്കാണ് നിർഭയത്വവും അതുപോലെ ഹിദായത്തും എന്നെല്ലാം ഉദ്ദേശിച്ചത്. എന്നിട്ട് പറഞ്ഞു, അവലം തസ്മഉ ഇലാ ഖൗലി ലുഖ്മാൻ ലിബ്നിഹി, ലുഖ്മാൻ അലൈഹിസ്സലാം അവിടുത്തെ മകനോട് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂറത്തുൽ ലുഖ്മാനിലെ 13ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയാണ്, മോനെ, നീ ഒരിക്കലും ഷിർക്ക് ചെയ്യരുത്, അള്ളാഹുവിൽ ഒന്നിനെയും പകരം വെക്കരുത്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ മറ്റൊരാൾക്കും നൽകരുത്. അങ്ങനെ ചെയ്യുക എന്നുള്ളത് ദുൽമാണ്, അത് അക്രമമാണ്. ദുൽമിന്റെ താരീഫ് അറബി ഭാഷയിൽ പറയുക വദഉ ശൈഇ ഫി ഗൈരി മൗദിഇഹി എന്നാണ്.
ഒരു സാധനം അതിന്റെ സ്ഥാനത്തല്ലാതെ വെക്കുന്നത് എന്നാണ് ദുൽമ് എന്ന് പറയാ. അപ്പൊ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇബാദത്ത്. അത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നീ നൽകരുത്, അങ്ങനെ ചെയ്യുന്നത് ദുൽമാണ് എന്ന് പറഞ്ഞു. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആശയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ നോക്കൂ, ഈമാൻ എന്ന് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. ആ തൗഹീദിൽ ഷിർക്ക് കലർന്നിട്ടില്ല എങ്കിൽ അവന് നിർഭയത്വമുണ്ട്, അവന് ഹിദായത്ത് ലഭിച്ചവനാണ്, അവന് നാളെ പരലോകത്തും ദുനിയാവിലും ഏറ്റവും നല്ല സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ആയത്തിൽ തൗഹീദിൽ ഷിർക്ക് കലർന്നാൽ അവന്റെ ആ അവസ്ഥ, ഷിർക്കുൻ അക്ബർ ആണെങ്കിൽ മില്ലത്ത് നിന്ന് പുറത്തുപോയി നരകത്തിൽ ഖുലൂദ് ഉണ്ടാകുന്ന അവസ്ഥ, ഷിർക്കുൻ അസ്ഗർ ആണെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. ഷിർക്ക് കലർന്നിട്ടില്ല എങ്കിൽ അവന് നിർഭയത്വം ഉണ്ടാകും എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തതൊരു ഹദീസാണ്. അൻ ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹീദ, ആരാണോ സാക്ഷ്യം വഹിക്കുന്നത്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് ഒരാളുമില്ല, ഒരു ഇലാഹുമില്ല അല്ലാഹു അല്ലാതെ, വഹ്ദ, അവൻ ഏകനാണ്, അഥവാ അവന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത്, ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനുമില്ല, വേറൊരാൾക്കും അതിന്റെ ഒരു അവകാശവുമില്ല, വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലുമാണ്. അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളത് അംഗീകരിക്കണം, അള്ളാഹുവിന്റെ റസൂലാണെന്നുള്ളത്. കാരണം റസൂലായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബാദത്തിന്റെ ഒരു അംശവും അവകാശമില്ല. അള്ളാഹുവിന്റെ റസൂലാണ് എന്നതുകൊണ്ട് ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അംശം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാനോ സഹായം ചോദിക്കാനോ ആ രീതിയിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാടില്ല. ഇബാദത്തിന്റെ ഒരു അംശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവകാശമില്ല. അപ്പോൾ അള്ളാഹുവിന്റെ അടിമയാണ്, എന്നാൽ റസൂലുമാണ്. വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയുമാണ് റസൂലുമാണ് എന്നീ കാര്യങ്ങൾ ഷഹാദത്ത് ചെയ്യുന്നത്. അതുപോലെ വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ, മറിയം അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുത്ത വാക്കാണ്. ഉദ്ദേശം അള്ളാഹുവിന്റെ കുൻ, ഉണ്ടാകുക എന്ന കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വാക്കാണ് എന്നും, വറൂഹുൻ മിൻഹ്, അല്ലാഹു തആല സൃഷ്ടിച്ച റൂഹുകളിലെ ഒരു റൂഹാണ് ഈസാ നബി അലൈഹിസ്സലാം എന്നും അംഗീകരിക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന ആൾ. അതുപോലെ വൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗ്ഗം ഹഖാണ്, വന്നാർ ഹഖ്ഖുൻ, നരകൻ ഹഖാണ്, അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ, അങ്ങനെ സാക്ഷ്യം വഹിക്കുന്ന ഒരാളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അലാ മാ കാന മിനൽ അമൽ, അവന്റെ കർമ്മത്തിന്റെ മേലെ. ഈ അലാ മാ കാന മിനൽ അമൽ എന്നുള്ളതിന് രണ്ട് ആശയമാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ആശയം അലാ മാ കാന മിനൽ അമൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുവഹിദാണ്. കാരണം ഈ സാക്ഷ്യം എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹി സാക്ഷ്യം വഹിച്ചു, ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞവരെ പോലെ ആകില്ല എന്ന നിലക്ക് ഈസാ നബി അലൈഹിസ്സലാമിനുള്ള സാക്ഷ്യം വഹിച്ചു, പരലോകത്തിലെ ഏറ്റവും വലിയ ഹക്കായിട്ടുള്ള സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയത്തിൽ സാക്ഷ്യം വഹിച്ചു. അങ്ങനെയുള്ള ആ ആളെ, ഒരു മുവഹിദിനെ സ്വർഗത്തിൽ പ്രവേശിക്കും, അവന്റെ കർമ്മത്തിൽ പാപം സംഭവിച്ചാലും എന്നൊരാശയം. രണ്ടാമത്തെ ആശയം അലാ മാ കാന മിനൽ അമൽ എന്നുള്ള വാക്കിന് വന്നിട്ടുള്ളത് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവന്റെ അമലിന്റെ, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ദറജ മാറിക്കൊണ്ടിരിക്കും. കാരണം സ്വർഗത്തിൽ 100ഓളം ദറജകൾ ഉള്ളതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഓരോ ദറജകൾ തമ്മിലുള്ള അകൽച്ച അല്ലെങ്കിൽ വ്യത്യാസം ആകാശഭൂമികളോളം ഉണ്ട് എന്നും വന്നിട്ടുണ്ട്. അപ്പോ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന ദർജയിൽ ആളുകൾ ഉണ്ടാകും, കുറഞ്ഞ കർമ്മങ്ങളുള്ളവർ താഴ്ത്തുമുണ്ടാകും. അപ്പൊ ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദത്ത് പറഞ്ഞു. അതോടൊപ്പം പറഞ്ഞ വാക്കാണ് വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് അർക്കാനുകളുണ്ട്. ലാ ഇലാഹ എന്ന നഫിയും ഇല്ലല്ലാഹ് എന്ന ഇസ്ബാത്തും. അപ്പൊ ലാ ഇലാഹ എന്നുള്ള നഫീനെ ഉറപ്പിച്ചു പറയാനാണ്, ഒന്നുകൂടിയും തക്കീദ് ചെയ്യാനാണ് ലാ ശരീക ലഹ്, ഒരു പങ്കുകാരുമില്ല എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ളത്. ഇല്ലല്ലാഹ് എന്നുള്ള ഇസ്ബാത്ത് സ്ഥിരപ്പെടുത്തുക, അള്ളാഹു മാത്രം എന്നുള്ളതിനെ സ്ഥിരപ്പെടുത്താനാണ് വഹ്ദഹു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്.
ഇപ്പൊ നമ്മൾ ദിക്റുകളിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വഹ്ദഹു എന്നുള്ളത് ഇസ്ബാത്ത്, ഇല്ലല്ലാഹ് എന്നുള്ള ആശയത്തിനെ ഉറപ്പിക്കാൻ പറയുന്ന വാക്കാണ്. ലാ ഇലാഹ എന്നുള്ളതിനെ ഉറപ്പിക്കാൻ പറയുന്ന വാക്കാണ് ലാ ശരീക ലഹു എന്നുള്ളത്. അതുപോലെ തന്നെ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയാണ് എന്നും അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചു. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം നബിമാരുടെ വിഷയത്തിൽ പരിധി വിടാതെ, ഉലൂവ് സംഭവിക്കാതെ നബിമാർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുകയും എന്നാൽ ഇബാദത്തിന്റെ ഒരു അംശം കൊടുക്കാതെ അവർക്ക് നൽകേണ്ട എല്ലാവിധ സ്ഥാനവും നൽകുന്ന അവസ്ഥ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസം ശരിയാക്കി. സ്വർഗത്തിലും നരകത്തിലും ഈ രണ്ടെണ്ണം ഹക്കാണ്, അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതിൽ ആ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം ഉണ്ടാകും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ തൗഹീദ് ഉണ്ടെങ്കിൽ അവന് സ്വർഗപ്രവേശനമുണ്ട്. അലാമാ കാന മിനൽ അമൽ എന്നുള്ളതിന്റെ ഒരാശയം, അവന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും മുവഹിദാണെങ്കിൽ അവന് സ്വർഗപ്രവേശനം ഉറപ്പാണ്. മുവഹിദാണോ അവന് സ്വർഗമുണ്ട്. അത് ഇനി വൻപാപങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, നരകത്തിൽ ശിക്ഷ അനുഭവിച്ചിട്ടാണെങ്കിൽ പോലും തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗപ്രവേശനം അവൻ ഉറപ്പാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ്. നരകത്തിൽ അവർക്ക് ഖുലൂദ് ഉണ്ടാവുകയില്ല. അടുത്ത ഹദീസ് വലഹുമാ ഫി ഹദീസ് ഇത്ബാൻ റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു ഹദീസിൽ ഫഇന്നല്ലാഹ ഹറമ അലന്നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ഫഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു തആല ഹറമ അലന്നാർ നരകത്തിന് മേലെ ഹറാമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല. മൻ ഖാല ആരാണോ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, അഥവാ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹനായിട്ട് യഥാർത്ഥ രൂപത്തിൽ ആരുമില്ല ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പരമേൽപ്പിക്കാനോ ഭയപ്പെടാനോ പ്രതീക്ഷ വെക്കാനോ ഇഷ്ടപ്പെടാനോ അറിവ് നടത്താനോ രക്ഷ തേടാനോ അതുപോലെ തന്നെ എന്തെല്ലാം ഇബാദത്തിന്റെ ഇനങ്ങൾ വരുന്നുണ്ടോ അല്ലാഹു അല്ലാതെ മറ്റൊരാളും അതിന് അർഹനായിട്ടില്ല. ആ കലിമത്ത് പറയുകയാണ്. വെറുതെ പറഞ്ഞാൽ പോരാ, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അവൻ അത് പറയുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം, അഥവാ ഇഖ്ലാസോടുകൂടി മാത്രമായിരിക്കണം. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു നാട്ടിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോ മുസ്ലിം ആയി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു വിവാഹം നടക്കും, അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരു കച്ചവടം തുടങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ കച്ചവടത്തിൽ ലാഭം നേടാനുള്ള ഒരു മാർഗത്തിന് തുറവ് ലഭിക്കും എന്ന ഉദ്ദേശത്തിലാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണോ? അല്ല, അത് ഇഖ്ലാസ് ഇല്ലാതെ പറയുന്നതാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോടുകൂടി പറഞ്ഞൊരാൾ അവന്റെ ജീവിതത്തിലെ കർമ്മങ്ങൾ, പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആശയത്തിൽ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഏതിരുന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറയലല്ല. പല ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്നുള്ള ഹദീസുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ബിദ്അത്തിന്റെയും ശിർക്കിന്റെ കാര്യങ്ങൾ ചെയ്ത ആളായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അത് മാത്രം പോരാ, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഇഖ്ലാസോടുകൂടിയായിരിക്കണം. ഇതുപോലെ വേറെയും ഹദീസുകളിൽ സിദ്ഖൻ സത്യസന്ധമായി, യഖീനൻ ദൃഢമായി, അങ്ങനെ പല ഹദീസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ ഈ ഹദീസിൽ എന്ത് മനസ്സിലാക്കാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോടുകൂടി പറഞ്ഞ ഒരാളാണെങ്കിൽ അല്ലാഹു തആല നരകം അവന്റെ മേലെ ഹറാമാക്കും. നരകത്തിൽ ഖുലൂദ് അവൻ എന്തായാലും ഉണ്ടാകില്ല. അതല്ലെങ്കിൽ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് നരകത്തിൽ പ്രവേശിക്കാത്ത രീതിയിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ഹദീസ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് വഅൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖാല മൂസ അലൈഹിസ്സലാം, ഒരിക്കൽ മൂസ അലൈഹിസ്സലാം പറഞ്ഞു അല്ലാഹുവിനോട്, യാ റബ്ബി, എന്റെ റബ്ബേ, അല്ലിംനി ശൈഅൻ അദ്കുറുക വഅദ്ഉക ബിഹി, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു തരണം, എന്തെങ്കിലും ഒരു വാക്ക് പഠിപ്പിച്ചു തരണം. അദ്കുറുക, നിന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടി,
വഅദ്ഉക, നിന്നെ ദുആ ചെയ്യാൻ വേണ്ടി, നിന്നോട് തേടാൻ വേണ്ടി എനിക്കൊരു കലിമത്ത്, എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. ഖാല, അപ്പോ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ മൂസ, നബിയെ മൂസ നീ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുക എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളാൻ പറഞ്ഞു. ഖാല, അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി, എന്റെ റബ്ബേ, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, എല്ലാ അടിമകളും ഇത് പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അഫ്ളലു ദിക്റാണ്, ഏറ്റവും വലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ആളുകളും, ധാരാളം ആളുകൾ ദിക്ർ ചെയ്യുന്ന, പറയുന്ന വാക്കാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖാല യാ മൂസ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയാൻ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറയാനുള്ള കാരണം, എനിക്ക് പ്രത്യേകമായിട്ട് ദിക്ർ ചെയ്യാൻ ഒരു വാക്ക് പഠിപ്പിച്ചു തരണം എന്നാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറയാണ്, യാ മൂസ, മൂസ, ലൗ അന്ന السماوات السبع وعامرهن غيري والأرضين السبع في كفة. മൂസ, ആകാശങ്ങളും ആ ആകാശത്തിലുള്ള എല്ലാ ഉത്തരവാദിത്തമുള്ള എല്ലാവരും, അള്ളാഹു ഒഴികെ ആകാശ ലോകത്തുള്ള മറ്റെല്ലാം, അതുപോലെ ഭൂമിയും, 7 ഭൂമികളും, 7 ആകാശവും 7 ഭൂമിയും ത്രാസിന്റെ, മീസാനിന്റെ ഒരു കഫിൽ, ഒരു മീസാനിന്റെ ഒരു തളികയിൽ വെക്കുകയാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ കഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മറ്റൊരു മീസാനിന്റെ ത്രാസിലും വെക്കുകയാണ്. മീസാനിന്റെ ഒരു ത്രാസിൽ ഈ ആകാശം, 7 ആകാശവും 7 ഭൂമിയും അതിനകത്തുള്ളതെല്ലാം വെച്ചു, മറ്റേ ത്രാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും വെച്ചു എന്ന് വിചാരിക്കുക. മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ 7 ആകാശത്തെയും 7 ഭൂമിയെയും കൊണ്ട് അതിനേക്കാൾ ഘനം തൂങ്ങുന്ന അവസ്ഥയിൽ താഴ്ത്തി നിൽക്കുക ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ടുള്ള ഹദീസ് കാണാം. ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇവിടെ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വലിയ മഹത്വമാണ്. കാരണം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ വളരെ ഉപകരിക്കുന്ന, നമ്മൾ ധാരാളമായി ദിക്ർ ചെയ്യേണ്ട അഫ്ളലു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭയപ്പാടിനെ ഇല്ലാതാക്കുന്ന, ഏറ്റവും രക്ഷയേകുന്ന, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു നബിയാണ്. ആ നബിയായിട്ട് പോലും പ്രത്യേകമായിട്ട് ഒരു ദിക്ർ ചെല്ലാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു ദിക്ർ എനിക്ക് അറിയിച്ചു തരണം, എനിക്ക് പഠിപ്പിച്ചു തരണം എന്നുള്ളത് ചോദിക്കുമ്പോൾ അധികം ആളുകളും പറയുന്ന വാക്കായിട്ട് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഫദ്ല് പറഞ്ഞത് 7 ആകാശം 7 ഭൂമി, അതിനെയെല്ലാം ഒരു ത്രാസിൽ വെച്ച് മറ്റേ ത്രാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഘനം തൂങ്ങുക. അത്രയും ശക്തമായിട്ടുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലും അതുപോലെ തന്നെ മനുഷ്യരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചതിലും അല്ലാഹു തആല റസൂലുകളെ ഇറക്കിയതിലും കിതാബിനെ ഇറക്കിയതിലും സ്വർഗനരകങ്ങളെ സൃഷ്ടിച്ചതിലും ഇതിന്റെ എല്ലാം പിന്നിലുള്ള കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സ്വർഗവും നരകവും എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ ആളുകൾ വേർതിരിയുന്നത് കൊണ്ടാണ്. അത്രയും ശക്തമായിട്ടുള്ള, അത്രയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അടുത്ത ഹദീസ് ബാബിൽ വലിത്തിർമിദി വഹസനഹു, തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള, ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. عن أنس رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യ ഇബ്ന ആദം, ഏ മനുഷ്യ, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ ഈ ഭൂമിയോളം, ഭൂമി മുഴുവൻ പാപം നിറഞ്ഞ അവസ്ഥയിൽ, പാപം ചെയ്ത അവസ്ഥയിലാണ് നീ എന്റെ അടുക്കൽ വന്നെത്തുന്നത് എങ്കിലും, തുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, പക്ഷേ നീ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ്, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് നീ വന്നെത്തുന്നത് എങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, അത്രത്തോളം
അത്രത്തോളം മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്നെയും നിന്റെ അടുക്കലേക്കും എത്തുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതകാലം മുഴുവൻ പാപത്തിൽ മുഴുകിയ ഒരാളാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദ്, അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹക്കുകളും വീട്ടിക്കൊടുത്ത് പറയുന്ന, ജീവിതത്തിൽ പകർത്തുന്ന ഒരാൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുകയാണ്, അത്രത്തോളം പാപമോചനവുമായിട്ട് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതാണ് എന്ന് അല്ലാഹു പറയാം. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലതയും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമായിട്ടുള്ള തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് അറിയിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു ഹദീസാണിത്. പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നറിയിക്കുന്ന ഒരു ഹദീസുമാണത്. ഇത്രയും ഹദീസുകളാണ് ഈ ബാബിൽ, അഥവാ തൗഹീദ് എന്നുള്ളത് പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും എന്നീ ബാബിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. ഇനി ഇമാം സഅദി റഹിമഹുല്ലാ ഈ കിതാബിന്റെ ഷർഹിൽ, അഥവാ കിതാബു തൗഹീദിന്റെ ഷർഹായിട്ടുള്ള അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് എന്ന കിതാബിൽ പറയുന്ന, ഇതിന്റെ ഈ ബാബിന്റെ വിശദീകരണമായിട്ട് പറയുന്ന ഭാഗം നമുക്ക് വായിക്കാം. ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലമ്മാ ذكر في الترجمة السابقة وجوب التوحيد وأنه الفرض الأعظم على جميع العبيد ذكر هنا فضله وهو آثاره الحميدة ونتائجه الجميلة. കഴിഞ്ഞ ബാബിൽ, കിതാബു തൗഹീദിന്റെ കഴിഞ്ഞ ബാബിൽ തൗഹീദ് നിർബന്ധമാണ്, അടിമകളുടെ മേലെ നിർബന്ധമായിട്ടുള്ള മഹത്തായ കാര്യമാണ് എന്നറിയിച്ചതിനെ തുടർന്ന് ഈ ബാബിൽ ആ തൗഹീദ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള അനന്തരഫലമാണ് പറയുന്നത്. وليس شيء من الأشياء له من الآثار الحسنة والفضائل المتنوعة مثل التوحيد. തൗഹീദിനെ പോലെ ഇത്രയധികം നന്മകൾ അനന്തരമായിട്ടുണ്ടാകുന്ന, ഫദ്ലുകൾ ഔദാര്യങ്ങൾ അനന്തരമായിട്ടുണ്ടാകുന്ന മറ്റൊരു കാര്യമില്ല. അതായത് നമുക്ക് ധാരാളം കർമ്മങ്ങളുണ്ട്, നമുക്കിപ്പോ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് ഉണ്ട്, അതുപോലെ മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ശ്രേഷ്ഠതകളും നന്മകളുമുണ്ട്. പക്ഷേ തൗഹീദിനെ പോലെ നന്മകളുള്ള, ശ്രേഷ്ഠതകളുള്ള മറ്റൊരു കാര്യമില്ല. അതുകൊണ്ടാണ് തൗഹീദാണ് നമ്മൾ ആളുകളോട് ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. പല ആളുകളും, ഇപ്പൊ ചില വിഭാഗങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെ പോലെ ചില വിഭാഗങ്ങൾ അവർ ആളുകളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കും. അവർ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് ആദ്യം ക്ഷണിക്കും. നിസ്കരിക്കണ്ട എന്നല്ല, ആദ്യം നിസ്കാരത്തിലേക്ക് ക്ഷണിക്കും. അവര് ശിർക്കിന്റെ കാര്യങ്ങളായ ജാറത്തിൽ പോയാലും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താലും, ഷിർക്കിന്റെ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വേണ്ടി അറിവ് നടത്തിയാലും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്താലും അവര് വലിയ കുഴപ്പമില്ല, അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ തൗഹീദ് ഇല്ലാതെ ഒരിക്കലും ഒരു നിസ്കാരം ഗുണം ചെയ്യില്ല. തൗഹീദ് ഇല്ലാതെ ഒരാൾ എത്ര കർമ്മം ചെയ്താലും ഗുണം ചെയ്യില്ല. എന്നാൽ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള അമലുകൾക്ക് സ്ഥാനമുള്ളൂ. അപ്പൊ ഏതൊരു അമലിനേക്കാളും ഉപകാരമുള്ളത് തൗഹീദാണ്. فإن خير الدنيا والآخرة من ثمرات هذا التوحيد وفضائله. ഈ ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ എല്ലാവിധ ഖൈറും ഈ തൗഹീദിന്റെ അനന്തരഫലമാണ്. തൗഹീദ് കൊണ്ടുണ്ടാകുന്നതാണ് ദുനിയാവിലും പരലോകത്തുമുള്ള എല്ലാ ഖൈറും. فقول المؤلف رحمه الله وما يكفر من الذنوب. ഇവിടെ ഈ ബാബിന് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നൽകിയ പേര് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ ആ കാര്യം എന്ന് പറഞ്ഞത് മിൻ ബാബി അത്ഫിൽ ഖാസി അലൽ ആം. അഥവാ പൊതുവായിട്ട് കുറെ ഗുണങ്ങളുണ്ട് തൗഹീദിന്, പക്ഷെ അതിൽ നിന്ന് പ്രത്യേകമായി ഒരു കാര്യം മാത്രം എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ ബാബിന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഫഇന്ന മഗ്ഫിറത്തുദ്ദുനൂബി വതക്ഫീറുദ്ദുനൂബി മിൻ ബഅദി ഫളായിലിഹി വആഥാരിഹി കമാ ദക്കറ ശവാഹിദ ദാലിക ഫി തർജുമ. ഇവിടെ തൗഹീദിന്റെ ഫളുകളിൽ ചിലത് മാത്രമാണ് പാപം പുറത്തു കിട്ടുമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ധാരാളം ഫളുകൾ തൗഹീദിനുണ്ട്. അത് ചിലതൊക്കെ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുമ്പത്തെ ബാബിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വമിൻ ഫളായിലിഹി അന്ന അസ്സബബൽ അഅ്ദം ലിതഫ്രീജ് ഖുർബാത്തി ദുനിയ വൽആഖിറ വദഫഇ ഉഖൂബാതിഹിമാ. തൗഹീദിന്റെ ഫളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് ദുനിയാവിലെയും പരലോകത്തിലെയും ഞെരുക്കങ്ങൾ അതിൽ നിന്ന് തുറവി ലഭിക്കുന്നതും ദുനിയാവിലും പരലോകത്തും ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതും തൗഹീദ് കൊണ്ടാണ്. അതായത് എന്ത് ഖൈറും ദുനിയാവിലും പരലോകത്തും എന്ത് ഖൈറ് വേണോ തൗഹീദിന്റെ മേലെ ലഭിക്കുള്ളൂ, വേറെ ഒന്നിന്റെ മേലെയും ലഭിക്കില്ല. തൗഹീദ് കൊണ്ടല്ലാതെ വേറെ എത്ര ദുനിയാവില് എത്ര സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, എത്ര അധികാരം ഉണ്ടായിക്കോട്ടെ, എത്ര പദവി ഉണ്ടായിക്കോട്ടെ,
തൗഹീദ് ഇല്ലെങ്കിൽ അവന് ഞെരുക്കമാണ് ജീവിതം. എന്നാൽ എത്ര വസ്തുക്കളുടെ എണ്ണത്തിൽ കുറവായിരുന്നാലും തൗഹീദ് ഉണ്ടെങ്കിൽ അവന്റെ ജീവിതം വിശാലമാണ്. എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം തൗഹീദാണ്. വമിൻ അജല്ലി ഫവായിദിഹി അന്നഹു യംനഉൽ ഖുലൂദ ഫിന്നാർ ഇദാ കാന ഫിൽ ഖൽബി മിൻഹു അദ്നാ മിസ്ഖാലി ഹബ്ബതി ഖർദലിൻ. അതിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു നേട്ടം തൗഹീദ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അണുമണി തൂക്കം തൗഹീദിന്റെ അംശം ഒരാളുടെ ഖൽബിലുണ്ടെങ്കിൽ അവൻ നരകത്തിൽ ഖുലൂദ് ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. ഇപ്പൊ വേറെ ഹദീസാണ്, കിബിറിന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ ശിർക്ക്, ചെറിയൊരു കാര്യം സംഭവിച്ചാൽ മതി, വലിയ ശിർക്കായിട്ടുള്ള ഒരു കാര്യം ഒരു തവണ സംഭവിച്ചാൽ മതി, അതിലായിക്കൊണ്ട് അവൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ഖുലൂദാണ്. ആ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടാൽ. ഇവിടെ പറയാണ്, ഒരു അംശം അണുമണി തൂക്കം തൗഹീദ് ഒരാളുടെ ഖൽബിലുണ്ടെങ്കിൽ നരകത്തിൽ അവന് ഖുലൂദ് ഉണ്ടാവില്ല. നീ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും നരകത്തിൽ ശാശ്വതമാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. വഅന്നഹു ഇദാ കമുല ഫിൽ ഖൽബി യംനഉ ദുഖൂലൻ നാരി ബിൽ കുല്ലിയ. ഇനി തൗഹീദ് സാക്ഷാത്കരിച്ചവനാണെങ്കിലോ, തൗഹീദിന്റെ ഒരു അംശമുള്ളവന്റെ കാര്യമാണ് പറഞ്ഞത്. തൗഹീദ് പൂർത്തീകരിച്ച ഒരാളാണെങ്കിൽ നരകത്തിൽ സ്പർശിക്കുക തന്നെയില്ല, നരകത്തിൽ പ്രവേശിക്കുക തന്നെയില്ല. വമിൻഹ അന്നഹു യഹ്സുലു ലിസാഹിബിഹി അൽ ഹുദാ അൽ കാമിൽ വൽ അംന അത്താമ ഫി ദുനിയ വൽ ആഖിറ. അതുകൊണ്ട് തന്നെ ആ തൗഹീദ് കൊണ്ടാണ് ആ തൗഹീദ് ഉള്ളവന് ഏറ്റവും പരിപൂർണമായ ഹിദായത്തും നേർമാർഗവും നിർഭയത്വവും ദുനിയാവിലും പരലോകത്തിൽ ലഭിക്കുന്നത്. വമിൻഹ അന്നഹു സബബുൽ വഹീദ് ലിനൈലി റിളല്ലാഹി വതവാബിഹി. തൗഹീദിന്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ്, അത് മാത്രമാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടാനുള്ള മാർഗം. അള്ളാഹു തൃപ്തിപ്പെടുന്നത് ആരെയാണ്? തൗഹീദുള്ളവരെയാണ്. ശിർക്കിന്റെ ആളുകളെ അള്ളാഹു തൃപ്തിപ്പെടില്ല. ശിർക്കിന്റെ ആളുകളെ ഒരിക്കലും അള്ളാഹു തൃപ്തിപ്പെടില്ല. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും നേടാനുള്ള കാരണം തൗഹീദാണ്. ഇത് തൗഹീദിന്റെ ഫവായിദിൽപ്പെട്ടതാണ്. വഅന്ന അസ്അദൻ നാസി ബിശഫാഅത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. നാളെ പരലോകത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുന്നവർ ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ഖൽബിൽ നിന്ന് ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ലഭിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കണം. വമിൻ അഅ്ളമി ഫളായിലിഹി. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ മഹത്തായിട്ടുള്ള ഒരു ഫضل എന്ന് പറഞ്ഞാൽ അന്ന ജമീഅൽ അഅ്മാലി വൽ അഖ്വാലി الظാഹിറതി വൽ ബാത്തിന മുതവഖിഫത്തുൻ ഫീ ഖബൂലിഹാ വഫീ കമാലിഹാ ഫി തറത്തുബി الثواب عليها على التوحيد. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് അമലാവട്ടെ, എന്ത് സംസാരമാവട്ടെ, ആന്തരികമായതോ ബാഹ്യമായതോ ആവട്ടെ, ആ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം ഇരട്ടിയായി ലഭിക്കണമെങ്കിൽ അതിന്റെ എല്ലാം അടിസ്ഥാനം തൗഹീദിന്റെ മേലെയാണ്. തൗഹീദില്ല എങ്കിൽ ഈ കർമ്മങ്ങൾക്ക് എന്തില്ല, ഒരു വിലയില്ല. ഇനി ആ കർമ്മങ്ങൾ തന്നെ പ്രതിഫലം ഇരട്ടിയായി ലഭിക്കുന്നത് ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ അവൻ എത്രത്തോളം ഇഖ്ലാസ് ഉണ്ട്, എത്രത്തോളം അതിൽ സിദ്ഖ് കാണിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെല്ലാം തൗഹീദിന്റെ ഭാഗമാണ്. എന്നിട്ട് പറഞ്ഞു ഫകുല്ലമാ ഖവിയ തൗഹീദ് വൽ ഇഖ്ലാസ് ലില്ലാഹി കമുലത് ഹാദിഹിൽ ഉമൂർ വതമ്മത്. എപ്പോഴൊക്കെയാണോ ഒരാളുടെ തൗഹീദും ഇഖ്ലാസും പൂർത്തീകരിക്കുന്നത്, അത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തുന്നത്, അപ്പോഴൊക്കെ ഈ കർമ്മങ്ങൾ, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് പൂർണ്ണമാവുകയും അതിന്റെ പ്രതിഫലം മഹത്തായി ലഭിക്കുകയും ചെയ്യും. വമിൻ ഫളായിലിഹി, തൗഹീദിന്റെ മഹത്വത്തിൽപ്പെട്ടതാണ് അന്നഹു യസ്ഹുലു അലൽ അബ്ദി ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വയസ്ലീഹ് മിനൽ മഅസിയാത്ത്. തൗഹീദിന്റെ ഫളയിൽപ്പെട്ടതാണ് ആ തൗഹീദ് ഉണ്ട് എങ്കിൽ അവന് നന്മ ചെയ്യൽ എളുപ്പമാകും. തിന്മകൾ, പാപങ്ങൾ ഒഴിവാക്കൽ, മ്ലേച്ഛമായ കാര്യങ്ങൾ ഒഴിവാക്കൽ അവന് എളുപ്പമാകും. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് ഒരു രക്ഷ അവന് ലഭിക്കാൻ അത് കാരണമാകും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫൽ മുഖ്ലിസു ലില്ലാഹി ഫി ഈമാനിഹി വതൗഹീദിഹി. ഒരു ഇഖ്ലാസുള്ളവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഈമാനിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ തൗഹീദിന്റെ വിഷയത്തിലും ഇഖ്ലാസുള്ള ഒരു അടിമ തഖഫു അലൈഹി ത്വാഅത്ത് ലിമാ യർജു മിൻ സവാബി റബ്ബിഹി വ റിദ്വാനിഹി. അവന് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താണ്? അവന് തൗഹീദ് ഉണ്ട്.
അതുകൊണ്ട് അവന് മനസ്സിലാകും അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കണം, അള്ളാഹുവിന്റെ തൃപ്തി നേടണം എന്നുള്ളത് അവന് ബോധ്യപ്പെടും. വയുഹവ്വിനു അലൈഹി തർക മാ തഹ്വാഹു അൻ-നഫ്സ് മിനൽ മആസി ലിമാ യഖ്ശാ മിൻ സഖതിഹി വഇഖാബിഹി. തൗഹീദ് ഉള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും അനുസരണക്കേട് കാണിക്കുന്നതും എല്ലാം അവന് ഒഴിവാക്കൽ എളുപ്പമായിരിക്കും. കാരണം അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നുണ്ടാവും. നമ്മൾ ശരിക്ക് നമ്മുടെ മക്കളോടും അതുപോലെ തന്നെ കുട്ടികളോടും എല്ലാവരോടും തൗഹീദ് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. കാരണം തൗഹീദ് മനസ്സിലാകാതെ അവന് ബോധ്യപ്പെടില്ല എന്തിനാണ് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കേണ്ടത്, എന്തിനാണ് ഞാൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത്. തൗഹീദ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി. തൗഹീദ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കൽ എളുപ്പമായിരിക്കും, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൽ എളുപ്പമായിരിക്കും തൗഹീദ് ഇല്ലാത്ത കാലത്തേക്കാൾ. കാരണം എന്താണ്? അള്ളാഹുവിന്റെ വിശ്വാസം ശക്തമായിട്ടുണ്ടാവും, അള്ളാഹുവിന്റെ തൃപ്തി നേടണം, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. വമിൻഹ തൗഹീദിന്റെ ഫദ്ലിൽ ഫവായിദുകളിൽപ്പെട്ട ഒരു കാര്യമാണ് അന്ന തൗഹീദ ഇദാ കമല ഫിൽ ഖൽബി ഹബ്ബബല്ലാഹു ലിസാഹിബിഹി അൽ ഈമാൻ. ഒരു അടിമയുടെ മനസ്സിൽ തൗഹീദ് ഉറച്ചു കഴിഞ്ഞാൽ, തൗഹീദ് പൂർത്തിയായി കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കും. വസയ്യനഹു ഫീ ഖൽബിഹി, അവന്റെ കൽബിൽ അതൊരു അലങ്കാരമായി കാണിക്കും. വകറഹ ഇലൈഹിൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, അള്ളാഹുവിനെ നിഷേധിക്കുന്നത്, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നത്, അതിനോടൊക്കെ വെറുപ്പുണ്ടാക്കി കൊടുക്കും. വജഅലഹു മിനർ റാഷിദീൻ, അങ്ങനെ നേർമാർഗം സിദ്ധിച്ച ആളുകളിൽ അവനെ ആക്കും. അതായത് തൗഹീദ് ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങൾ എളുപ്പമാവുക. നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരാൾ ഇസ്ലാമികമായിട്ടുള്ള വേഷം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുള്ള ഒരു വേഷം, അവനത് ചിലപ്പോ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും. പക്ഷേ തൗഹീദ് അവന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേഷത്തിനോടുള്ള ഇഷ്ടവും ദീനിന്റെ ചിഹ്നങ്ങളോടുള്ള ഇഷ്ടവും എല്ലാം അല്ലാഹു തആല അവന്റെ കൽബിൽ ഇട്ടുകൊടുക്കും. ഒരുപക്ഷെ അതിനു മുമ്പ്, തൗഹീദ് മനസ്സിലാകുന്നതിന് മുമ്പ് അവൻ ഏറ്റവും വെറുത്ത വേഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവൻ ഏറ്റവും വെറുത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ തൗഹീദ് ഉറച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല ഈ കാര്യങ്ങൾ അവന്റെ കൽബിൽ അലങ്കാരമായി കാണിക്കും. ഇപ്പൊ ചില ആളുകൾ നമുക്ക് കാണാം, അവർ തൗഹീദ് ഇല്ലാത്ത കാലത്ത് താടിയെല്ലാം പഠിച്ച് എരിയാണിക്ക് താഴെ പാൻറ്റൊക്കെ ധരിച്ച് ആ രീതിയിൽ നടക്കുന്ന ആളായിരിക്കും. പക്ഷെ തൗഹീദ് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തൗഹീദിന്റെ അനന്തരഫലമാണ് എല്ലാ ഈമാനിനോടും അതുപോലെ ഈമാനികമായ കാര്യങ്ങളോടും അള്ളാഹുവിനോടുള്ള അനുസരണത്തിനോടെല്ലാം ഒരു ഇഷ്ടമുണ്ടാകും. പിന്നീട് അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാനും അതുപോലെ താടി വളർത്താനും സുന്നത്തനുസരിച്ച വേഷം ധരിക്കാനും എല്ലാം ഒരിഷ്ടം അള്ളാഹു തആല ഇട്ടുകൊടുക്കും. തൗഹീദിന്റെ ഫദ്ല് കൊണ്ട് ലഭിക്കുന്നതാണ്. വമിൻഹ തൗഹീദിന്റെ ഫവായിദിൽപ്പെട്ടതാണ് അന്നഹു യുഖഫിഫു അലൽ അബ്ദിൽ മകാരിഹ് വയുഹവ്വിനു അലൈഹിൽ ആലാം. അടിമയുടെ മേലെ അവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അള്ളാഹുവിന്റെ വിധി, പരീക്ഷണങ്ങളോ വേദനകളോ മറ്റോ ഉണ്ടാകുമ്പോൾ അതവന് നിസ്സാരമായി തോന്നും, അതവന് നിസ്സാരമായി തോന്നും. ഫബിഹസ്ബി തക്മീലിൽ അബ്ദി ലിത്തൗഹീദ് വൽ ഈമാൻ യതലഖൽ മകാരിഹ വൽ ആലാം ബിഖൽബിൻ മുൻശരിഹ്. എത്രത്തോളമാണോ അവന്റെ തൗഹീദ് പൂർത്തീകരിച്ചിട്ടുള്ളത് അത്രത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ആ വേദനകളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം വിശാലമായ ഒരു ഹൃദയത്തോടുകൂടി സ്വീകരിക്കാനും വനഫ്സിൻ മുത്മഇന്ന സമാധാനമുള്ള ഒരു മനസ്സോടുകൂടി അത് അംഗീകരിക്കാനും വതസ്ലീമിൻ വരിദാബി അഖ്ദാരില്ലാഹിൽ മുഅ്ലമ വേദനയുണ്ടാക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ വിധി എന്താണെങ്കിലും അതിൽ കീഴൊതുങ്ങാനും അതിൽ തൃപ്തി നേടാനും അവന് സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, തൗഹീദുള്ള ഒരു വ്യക്തി അവനൊരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനൊരു മാരകമായ രോഗം ബാധിച്ചാൽ, അല്ലെങ്കിൽ അവന്റെ കച്ചവടം ഒരു ദിവസം പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ, അവന്റെ മക്കൾ മരണപ്പെട്ടാൽ, അവന് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടാൽ, അങ്ങനെ എന്തെങ്കിലും അള്ളാഹുവിന്റെ ഖദറിൽ അവന് വേദനയുള്ള ഒരു കാര്യമുണ്ടാക്കുമ്പോൾ ആ തൗഹീദിന്റെ ഫദ്ല് കൊണ്ടാണ് അതിൽ ഏറ്റവും നല്ല രീതിയിൽ ക്ഷമിക്കാൻ അവന് സാധിക്കുന്നത്. തൗഹീദ് എത്രത്തോളം ശക്തമാണോ അത്രത്തോളം അവനെന്ത് സാധിക്കും, അതിൽ സമാധാനം കണ്ടെത്താൻ, സമാധാനമുള്ള ഒരു മനസ്സോടുകൂടി ബേജാറാകാതെ വെപ്രാളമില്ലാതെ അത് അംഗീകരിക്കാൻ സാധിക്കുന്നത് തൗഹീദിന്റെ ഫദ്ലാണ്. എത്രത്തോളം പൂർത്തിയാകുന്നുവോ അത്രത്തോളം അസമാധാനം ഉണ്ടാകും. തൗഹീദിന്റെ ഫവായിലുകളിൽ മഹത്തായിട്ടുള്ള ഒന്നാണ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് അന്നഹു യുഹദ്ദിറുൽ അബ്ദു മിൻ റഖ്ഖിൽ മഖ്ലൂഖീൻ വതഅല്ലുഖ് ബിഹിം. ഒരു അടിമയെ തൗഹീദ് കൊണ്ടുണ്ടാവുന്ന മഹത്തായ നേട്ടമാണ് അടിമകളുമായിട്ട് ഉള്ള അടിമകളുടെ ഒരു ബന്ധനത്തിൽ നിന്ന്, അടിമകളുമായിട്ട് തഅല്ലുഖാവുന്നതിൽ നിന്ന് അവൻ മോചിതനാകും. വഖൗഫിഹിം വറജാഇഹിം,
അടിമകളെ മറ്റുള്ള ആളുകളെ ഭയപ്പെടുന്നതിൽ നിന്നും അവരിൽ പ്രതീക്ഷ വെക്കുന്നതിൽ നിന്നും വൽ അമലി ലിഅജ്ലിഹിം അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിൽ നിന്നും വഹാദാ ഹുവൽ ഇസ്സുൽ ഹഖീഖി വശറഫുൽ ആലി ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രതാപം, യഥാർത്ഥത്തിൽ ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠത. അതായത് തൗഹീദുള്ള ഒരു വ്യക്തിക്ക് അവന്റെ തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അദൃശ്യമായ നിലയ്ക്ക് അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മ വരുത്താനോ തിന്മ തടയാനോ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ എന്തൊരു നന്മയാവട്ടെ അത് ലഭിക്കണമെങ്കിലും എന്തൊരു ദോഷമാവട്ടെ അത് ഒഴിവാക്കണമെങ്കിലും ആരെ കൊണ്ട് സാധിക്കുള്ളൂ? അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. തൗഹീദുള്ളവന് മാത്രമേ ഈ വിശ്വാസത്തിൽ ഉറച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരു അടിമയ്ക്ക് മറ്റുള്ള ആളുകളുടെയോ വസ്തുക്കളെയോ അവരുമായി ബന്ധിപ്പിച്ച് അവരെ ആശ്രയിച്ച് അവരെ ഭയപ്പെട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കി ആ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവൻ മോചിതനായിരിക്കും. അവന് ഇസ്സത്ത് അള്ളാഹുവിൽ കണ്ടെത്തും. അത് തൗഹീദിന്റെ മഹത്തായിട്ടുള്ള നേട്ടമാണ്. എന്നിട്ട് പറയാണ് وتضاعف أعماله وأقواله بغير حسر ولا حساب ورجحت كلمة الإخلاص في ميزان العبد അവന്റെ കർമ്മങ്ങൾ അവന്റെ പ്രവർത്തനം അതുപോലെയുള്ള ആ കാര്യങ്ങൾ അത് ഒരു എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ മീസാനിൽ കനം തൂങ്ങുന്ന കലിമത്തുൽ ഇഖ്ലാസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മീസാനിൽ കനം തൂങ്ങുന്ന അവസ്ഥയുണ്ടാകും. ബിഹൈതു ലാ തുഖാബിലുഹാ അസ്സമാവാതി വൽ അർദ് ആകാശഭൂമികൾ വെച്ചാലും എത്താത്ത രീതിയിൽ. നമ്മളിപ്പോ ആ ബാബിൽ ഹദീസ് വായിച്ചല്ലോ, ആകാശഭൂമികളിൽ ത്രാസിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങി നിൽക്കും. വഅമാറുഹാ മിൻ ജമീഇ ഖൽഖില്ലാഹ് കമാ ഫി ഹദീസ് അബീ സഈദ് മദ്കൂർ ഫി തർജുമ നേരത്തെ പറഞ്ഞ ആ ഹദീസിൽ വന്നതുപോലെ ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാം അതിൽ അധികാരികളായിട്ടുള്ള രാജാക്കന്മാരോ അങ്ങനെ എന്തെല്ലാം ഉണ്ട് എല്ലാം ഒരു ത്രാസിൽ വെച്ചാലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങും. വഫി ഹദീസിൽ ബിതാഖ മറ്റൊരു ഹദീസിൽ ബിതാഖത്തിന്റെ ഹദീസ് എന്ന് പറയുന്ന ഹദീസിൽ അല്ലതി ഫീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഹദീസ് പറയാം. ബിതാഖത്തിന്റെ ഹദീസ് എന്ന് ഉലമാക്കൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസിന്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വിചാരണ നടക്കുന്ന സമയത്ത് ഒരാളെ കൊണ്ടുവരും. അങ്ങനെ അയാളുടെ മുമ്പിൽ 99ഓളം ഏടുകൾ നിവർത്തപ്പെടും. അതില് ആ ഓരോ ഏടും കണ്ണെത്താ ദൂരത്തോളം രേഖകൾ കണ്ണെത്താ ദൂരത്തോളം ദീർഘമുള്ള രേഖകളായിരിക്കും. അതെല്ലാം അയാളുടെ പാപങ്ങൾ രേഖപ്പെടുത്തിയ പാപങ്ങളായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ അയാളെ വിചാരണയ്ക്ക് വിളിച്ച് അള്ളാഹു തആല ചോദിക്കും, നിന്റെ അടുക്കൽ ഇതൊക്കെ നീ ചെയ്തതല്ലേ, ഇതിൽ ഏതെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? പടിമ പറയില്ല, ഞാൻ നിഷേധിക്കുന്നില്ല, ഒക്കെ ഞാൻ ചെയ്തു തന്നെയാണ്. നിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ ഇതിന് പകരം? അപ്പൊ അടിമ പറയും, എന്റെ കയ്യിൽ ഒരു നന്മയില്ല, എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അടിമാകെ പേടിച്ചു പോകും. അള്ളാഹു തആല പറയും, നമ്മുടെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട്, ഇന്ന് നമ്മുടെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു ബിത്താഖത്ത് എടുക്കും. ബിത്താഖ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാർഡ്, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടാകും. പടിമ ചോദിക്കും, ഇത്രയും നീണ്ടു കിടക്കുന്ന ഈ രേഖകൾക്ക് മുമ്പിൽ എന്റെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം എന്ത് ഗുണം ചെയ്യാനാണ്? അങ്ങനെ ത്രാസിൽ ഈ 99ഓളം കണ്ണെത്താ ദൂരമെത്താത്ത ആ പാപങ്ങളുടെ രേഖകൾ ഒരു ത്രാസിൽ വെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ പൂർത്തീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കും. ഒരുപക്ഷെ ഇസ്ലാം സ്വീകരിക്കുന്ന അത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുകയും ചെയ്യും. അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫി ഹദീസിൽ ബിത്താഖത്തിന്റെ ഹദീസിൽ അല്ലതി ഫീഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലതി വസനത് 99 സിജില്ലൻ മിന ദുനൂബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ത്രാസിലും വെച്ച് ഈ 99ഓളം കണ്ണെത്താ ദൂരത്തോളം ഏടുകളിൽ പാപങ്ങൾ രേഖപ്പെടുത്തിയത് മറ്റേ ആ ഇതിൽ വെക്കും. കുല്ലു സിജില്ലിൻ യബ്ലുഗു മദ്ദൽ ബസർ കണ്ണെത്താ ദൂരത്തോളം ഉണ്ടാകും. അത് വദാലിക ലികമാലി ഇഖ്ലാസി ഖായിലിഹാ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങാനുള്ള കാരണം അത് പറഞ്ഞവൻ ഇഖ്ലാസ് പൂർത്തീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. അത് പൂർണ്ണമായ ഇഖ്ലാസോടുകൂടി പറഞ്ഞുകൊണ്ടാണത്. വകം മിമ്മൻ യഖൂലുഹാ വലാ തബ്ലുഗു ഹാദൽ മബ്ലഗ് എത്ര ആളുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ, പക്ഷേ ഈ ഒരു സ്ഥാനത്ത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തുന്നില്ല.
അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചുകൊണ്ടേയിരിക്കണം, തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം. കിതാബു തൗഹീദ് അതിന് മഹത്തായ ഒരു ഗ്രന്ഥമാണ്. മരണം വരെ അത് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയാനുള്ള കാരണം അതാണ് നമ്മുടെ എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. لأنه لم يكن في قلبه من التوحيد والإخلاص الكامل مثل ولا قريب مما قام بقلب هذا العبد. ഈ അടിമയുടെ ഖൽബിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പൂർത്തീകരിച്ച പോലെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും ആ പൂർത്തീകരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉണ്ടായിരുന്നു. വമിൻ ഫളാഇൽ തൗഹീദ്, അതുപോലെ തന്നെ തൗഹീദിന്റെ ഫളായിൽപ്പെട്ട കാര്യമാണ് അന്നല്ലാഹ തക്ഫുലു ലിഅഹ്ലിഹി ബിൽ ഫത്ഹി വൻ നസ്രി ഫിദ് ദുനിയ വൽ ഇസ്സ് വശറഫ് വഹുസൂലിൽ ഹിദായ വതൈസീറിൽ യുസ്റാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുകൾക്ക് അല്ലാഹു തആല തുറവി നൽകും, അള്ളാഹുവിനുള്ള സഹായം നൽകും ഈ ദുനിയാവിൽ. അതുപോലെ തന്നെ അവർക്ക് പ്രതാപം നൽകും, അവർക്ക് നേർമാർഗം സിദ്ധിക്കാൻ അതുപോലെ എളുപ്പമായിട്ടുള്ള കാര്യത്തിലേക്ക് കൂടുതൽ എളുപ്പമാകുകയും ചെയ്യും. വൈസ്ലാഹിൽ അഹ്വാൽ, അവരുടെ അവസ്ഥകൾ നന്നാക്കി കൊടുക്കും. വതസ്ദീദി ഫിൽ അഖ്വാലി വൽ അഫ്ആൽ, അവരുടെ വാക്കും പ്രവർത്തനവും എല്ലാം നേരെ ചൊവ്വയാക്കുകയും ചെയ്യും. അതായത് തൗഹീദ് ഉണ്ടോ ഏതൊരു അവസ്ഥയിലും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ അവൻ അർഹനാണ്. കാരണം മുഅ്മിനീങ്ങളെ അല്ലാഹു തആല ദഫഉ ചെയ്യും, സംരക്ഷിക്കുന്നതാണ് എല്ലാ രീതിയിലും. ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നന്മയും ലഭിക്കുക. വമിൻഹ, അതുപോലെ തന്നെ തൗഹീദിന്റെ ഫളലിൽപ്പെട്ടതാണ് അന്നല്ലാഹ യുദാഫിഉ അനിൽ മുവഹ്ഹിദീന അഹ്ലൽ ഈമാൻ ശുറൂറദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും പരലോകത്തുമുള്ള ഷർറുകളിൽ നിന്ന് അല്ലാഹു തആല മുവഹ്ഹിദീങ്ങളെ അവരെ പ്രതിരോധിക്കും, അഥവാ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല സംരക്ഷണം ഒരുക്കുന്നതാണ്. സഹോദരങ്ങളെ, തൗഹീദ് കൊണ്ടല്ലാതെ ഒരു രക്ഷയും നമുക്ക് ലഭിക്കില്ല, ദുനിയാവിലാകട്ടെ പരലോകത്താവട്ടെ. വയമുന്നു അലൈഹിം ബിൽ ഹയാത്തി ത്വയ്യിബ വത്തുമഅനീന ഇലൈഹി വത്തുമഅനീനതി ബിദിക്രിഹി. അവർക്ക് ഏറ്റവും നല്ല ത്വയ്യിബായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ജീവിതം നൽകും. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും നല്ല സമാധാനം നൽകും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോഴുള്ള ആ ശാന്തി, ആ ഒരു സമാധാനം അവരുടെ മനസ്സിന് അനുഭവിക്കാൻ സാധിക്കും. വശവാഹിദു ഹാദിഹിൽ ജുമൽ മിനൽ കിതാബി വസ്സുന്ന കസീറത്തുൻ മഅറൂഫത്തുൻ വല്ലാഹു അലം. ഈ ആശയത്തിലുള്ള കാര്യങ്ങൾ ഖുർആനിലും സുന്നത്തിലും അറിയപ്പെട്ടതായി ധാരാളം വന്നിട്ടുണ്ട് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ബാബിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. തൗഹീദിന്റെ ഫദ്ല് എന്നുള്ളത് സഹോദരങ്ങളെ പറഞ്ഞാൽ അവസാനിക്കാത്ത അത്ര ധാരാളമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രത്തോളം ധാരാളം ശ്രേഷ്ഠതകൾ തൗഹീദിനുണ്ട്. അപ്പോൾ തൗഹീദ് കൊണ്ടുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ബാബിൽ, ഇന്ന് നമ്മൾ വായിച്ച ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ തൗഹീദ്. അത് യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമായി, അവയ്ക്ക് പ്രായശ്ചിത്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറുന്നതാണ്. അവൻ ജീവിതകാലം മുഴുവൻ ചെയ്ത മ്ലേച്ഛതകളും തെമ്മാടിത്തരങ്ങളും എല്ലാം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്, തൗഹീദ് കൊണ്ട് മാറുന്നതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജ് സാലിക് എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇക്സീറാണ്. ഇക്സീർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും മാറ്റുന്ന ഒരു കാര്യം എന്ന ഉദ്ദേശത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇക്സീർ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്, എത്ര വലിയ പാപങ്ങളുടെ കുന്ന്, പർവ്വത സമാനം പാപങ്ങളുടെ മേലെ കൊണ്ടുപോയി വെച്ചാലും ആ തൗഹീദ് അതിനെല്ലാം നന്മയാക്കി മാറ്റും. ആ തൗഹീദ് കൊണ്ട് അതെല്ലാം നന്മയായി മാറുന്ന അവസ്ഥയുണ്ടാവും. ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ എതിരാണ്. എത്ര നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശിർക്ക് സംഭവിച്ചുകൊണ്ടാണോ മരണപ്പെടുന്നത്, അവൻ നരകത്തിൽ ഖുലൂദാണ്. അപ്പൊ തൗഹീദ് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, മറ്റേതൊരു വൻപാപം അപ്പുറത്തുണ്ടെങ്കിലും, അത് ചെയ്യാനുള്ള അവസരം എന്നല്ല, ഏതൊരു വൻപാപം അപ്പുറത്തുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മശീഅത്ത്, അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുമെന്ന് പറയാം. തൗഹീദുള്ള ഒരാൾക്ക് വേണ്ടി നമുക്ക് എപ്പോഴും ഇസ്തിഗ്ഫാർ തേടാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പയോ ഉമ്മയോ സഹോദരങ്ങളാണെങ്കിൽ തൗഹീദ് കൂടി മരണപ്പെട്ട ആൾ, ചിലപ്പോ അല്ലെങ്കിൽ ഒരാള് തൗഹീദോടുകൂടി മരണപ്പെട്ടു, അവൻ വ്യഭിചാരി ആയാലും അല്ലെങ്കിൽ മദ്യപാനിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിന്മകൾ മുഴുകുന്ന ആളാണെങ്കിലും അവന് ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടാനുള്ള ഒരു അവസരമുണ്ട്. അവന് ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുമെന്ന് പറയാൻ പറ്റും. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാന്യനായി ജീവിച്ച് അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ച, അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്ത, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുത്ത ഒരാളാണെങ്കിൽ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ നമുക്ക് അവകാശമല്ല. അവൻ അള്ളാഹുവിന്റെ മശീഅത്തിന് കീഴിൽ
പൊറുക്കപ്പെടേക്കാം എന്ന് പറയാനുള്ള അവകാശവുമില്ല. അവൻ നരകത്തിൽ ഖുലൂദ് ഉറപ്പുള്ള ഒരാളാണ്. അപ്പൊ തൗഹീദിന്റെ ഫദ്ല് നമ്മൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ തൗഹീദിനെ കുറിച്ച് പഠിക്കുക. ഈ ബാബിൽ പറഞ്ഞ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹി തൗഹീദ് പാപങ്ങൾ പൊറുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്നതാണ്. അടുത്ത ബാബ് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.